ഇന്നലെയായിരുന്നു ഇറാനി കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചത്. സഞ്ജുവിന്റെ പേര് അവിടെ ഇല്ലായിരുന്നു. ഇഷാനും ധ്രുജുറലുമായിരുന്നു ഇന്ത്യയുടെ കീപ്പർമാർ. ഋതുരാജാണ് ക്യാപ്റ്റൻ. എന്തുകൊണ്ടാണ് സഞ്ജുവിനെ എടുക്കാത്തതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദുലീപ് ട്രോഫിയിൽ സഞ്ജു സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സഞ്ജുവിനെ ഒഴിവാക്കി. ഇതിനുള്ള കാരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗംഭീർ സഞ്ജുവിനെ കരുതി വെച്ചത് വലിയൊരു ഓഫറായിരുന്നു. സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ബംഗ്ലാദേശുമായിട്ടുള്ള രണ്ടാം ടെസ്റ്റ് ഉടനെ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ അടുത്തത് ബംഗ്ലാദേശുമായിട്ടുള്ള T20 ആണ്. ഒക്ടോബർ 6-നായിരിക്കും T20 മത്സരങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോഴിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സഞ്ജുവിന് അനുകൂലമാണ്. ഇറാനി കപ്പിൽ സഞ്ജുവിനെ എടുക്കാത്തത് ബംഗ്ലാദേശുമായിട്ടുള്ള T20 പരമ്പരയിൽ സഞ്ജുവിനെ എടുക്കാനാണെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സഞ്ജു ആയിരിക്കും കീപ്പർ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് സഞ്ജുവിനെ ഇറാനി കപ്പിൽ എടുക്കാഞ്ഞത്. സഞ്ജുവിന് എന്തായാലും ലോട്ടറി തന്നെയാണ് അടിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശുമായിട്ടുള്ള T20 സീരീസിൽ സഞ്ജുവിന് വലിയൊരു തിരിച്ചുവരവിനാണ് ഗംഭീർ അവസരം കൊടുത്തിരിക്കുന്നത്. സാധാരണ സഞ്ജുവിന് അധികം അവസരങ്ങൾ കിട്ടാറില്ല. എന്നാൽ ഗംഭീർ കോച്ചായ ശേഷം സഞ്ജുവിന് ശരിയായ രീതിയിൽ അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ബംഗ്ലാദേശ് T20യിൽ സഞ്ജുവും ഋഷഭ് പന്തുമായിരിക്കും ഇന്ത്യയുടെ കീപ്പർമാരെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. രാഹുലിനെ ഇനി T20 ടീമിൽ പരിഗണിക്കില്ല. ഇഷാനാണെങ്കിൽ ഇറാനി കപ്പിനുള്ള സ്ക്വാഡിൽ എടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് സഞ്ജുവും ഋഷഭ് പന്തും തന്നെയായിരിക്കും ബംഗ്ലാദേശുമായിട്ടുള്ള T20 പരമ്പരയിൽ ഇന്ത്യയുടെ കീപ്പർമാർ. ഇനി ഇതിൽ മാറ്റം വരാൻ സാധ്യതയില്ല. ദുലീപ് ട്രോഫിയിലെ സഞ്ജുവിന്റെ പ്രകടനമാണ് സഞ്ജുവിനെ വീണ്ടും T20 ടീമിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. വിമർശകർക്ക് ബാറ്റ് കൊണ്ടാണ് സഞ്ജു മറുപടി കൊടുത്തത്. ദുലീപ് ട്രോഫിയിൽ അതുപോലത്തെ പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. സെഞ്ചുറി അടക്കം സഞ്ജു മികച്ച രീതിയിൽ കളിച്ചു. T20 ടീമിൽ രോഹിത് ശർമ്മ, കോഹ്ലി, ശ്രേയസ്, രാഹുൽ തുടങ്ങി ആരും തന്നെയില്ല. അതുകൊണ്ട് സഞ്ജുവിന് 4-ാം നമ്പറിൽ കളിക്കാൻ അവസരം കിട്ടും. ഋഷഭ് പന്ത് പ്ലേയിങ് 11-ൽ ഉണ്ടായാലും സഞ്ജുവിനെയും ഇറക്കാൻ സാധിക്കുമെന്നർത്ഥം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.